ഹലോ, അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും വൈശയും കൂടി ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ വൈശയുടെ പല്ലിന് ചെറിയൊരു കളർ വ്യത്യാസം, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ ഞാനും വൈശിക മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ വണ്ടിയിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈശ സ്കൂളിൽ പോയിരിക്കുകയാണ്. അവിടുന്ന് എൻ്റെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ പോയി കാര്യങ്ങളെല്ലാം സാധിച്ചിട്ട് വന്നിട്ട് പിന്നെ രാത്രിയിൽ വൈശുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വെച്ചു. അപ്പം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഡോക്ടറെ കയറി കണ്ടു. പല്ലിന് ചെറിയൊരു പഴുപ്പ് പോലെയുണ്ട് മോണയ്ക്ക്. അപ്പോൾ അതാണ് പ്രശ്നം വന്നത് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ എപ്പോഴും ഇങ്ങനെ പിടിച്ചിട്ടിരിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് കാണിക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കണ്ടു. ആൻറ്റിബയോട്ടിക് കഴിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ കുത്തിയെടുത്ത് കളയുന്ന കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഹോമിയോയിൽ കൊണ്ട് കാണിച്ചായിരുന്നു കേട്ടോ പനി വന്നപ്പം. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുത്തിയെടുത്തൊന്നും കളയാൻ ഇപ്പോഴേ പറ്റത്തില്ല, കുഞ്ഞിനെ അങ്ങനെയൊന്നും ചെയ്യില്ല, പിന്നെ നമ്മൾ ഇൻഫെക്ഷൻ ആയതാണ്, അപ്പോൾ അതിനുള്ള മരുന്ന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ പിന്നെ മരുന്ന് കഴിച്ചത്. അപ്പോൾ ആദ്യം ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഡോക്ടർ കുറേ വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ, അങ്ങനെ കൊടുക്കണ്ടായിരുന്നു, കുഞ്ഞല്ലേ, 2 വയസ്സല്ലേ ഉള്ളൂ. ഹോമിയോയിൽ നിന്ന് പിന്നെ നമുക്ക് മരുന്ന് തന്നു. ഇപ്പം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം ഡോക്ടർ പറഞ്ഞത് ഇടയ്ക്ക് ഇനി ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഹോമിയോയിൽ നിന്ന് മരുന്ന് കൊടുത്താൽ മതി, ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുക്കണ്ട. അപ്പം ഇതിങ്ങനെ എടുത്ത് കളയാനൊന്നും പറ്റത്തില്ല, 2 വയസ്സുള്ള കുഞ്ഞിനെ അങ്ങനെ എടുത്ത് കളയൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മരുന്ന് കൊടുത്താൽ മതി ഇടയ്ക്ക് വരുമ്പോഴെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം നല്ല മാറ്റമുണ്ട്. ഇപ്പം അങ്ങനെ വേദനയും അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. അങ്ങനെ രാത്രിയിൽ ഞങ്ങളത് വൈശുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ കാര്യമൊന്നും വൈശുവിന് അറിയില്ല കേട്ടോ. അപ്പോൾ അതേപോലെ 2 രൂപയുടെ ഫ്രിഡ്ജൊക്കെ തുറന്നിട്ട് ഇവിടെ നിന്ന് കളിക്കുകയാണ്. ഞാൻ വിളിച്ചിട്ട് ഒന്നും വരുന്നില്ല. 2 എന്തൊക്കെയോ കാണിക്കുകയാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമൊക്കെ എടുത്ത് വെച്ച് കളിക്കുന്നു. 2 രൂപയുടെ ഭയങ്കര കളിയാണ്, ബഹളമാണ് ഇവിടെ നടക്കുന്നത്. വാ, അപ്പോൾ വൈശു സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ വൈശുവിൻ്റെ പണി. അലമാരി ഇരിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ അമ്മൂമ്മയെ കൊണ്ട് എടുപ്പിച്ച് എന്നിട്ട് വേണ്ട കട്ടിലയിലെല്ലാം അവിടെ ഇവിടെയെല്ലാം വാരിയിടും, കുളമാക്കും, വൃത്തികേടാക്കും. എന്നിട്ട് ഇത് എനിക്കൊന്നും ഇവിടെ കിടന്ന് ഉറങ്ങിയതാണെന്ന് തോന്നുന്നു കേട്ടോ വൈശു. ഇതിൻ്റെ നടുക്ക് കിടന്നായിരുന്നു വൈശു ഉറങ്ങുന്നത്. അപ്പുറവും ഇപ്പുറവും എല്ലാം പോകുന്നതുകൊണ്ട് അമ്മ തലേണ വരത്തി വെച്ചതാണ്. അപ്പം വൈകിട്ട് ഇതുപോലെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വന്നിട്ട് ഇവിടെ കിടന്നുറങ്ങും. നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന പറഞ്ഞാൽ അവൾ കേൾക്കത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും സ്കൂളിൽ നിന്ന് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ ഏട്ടന് വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കിയ ചക്കക്കുരു മെഴുക്ക് പുരട്ടിയും ചീരത്തോരനൊക്കെ എടുത്ത് തന്നിട്ട് ഏട്ടൻ ചോറ് കഴിക്കാൻ വീട്ടിൽ പോയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ഇവിടെ കിടന്ന് ഡാൻസൊക്കെ കളിക്കുകയാണ് കേട്ടോ വൈശു. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാനായിട്ട് ഭയങ്കര മടിയാണ്. വരട്ടണം. പോവാ, ഇറങ്ങും. ഭയങ്കര മഴയായിപ്പോല്ലോ ഇല്ലയോ? അപ്പോൾ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഭയങ്കര മഴ കേട്ടോ. അതുവരെ ഒരു മഴയുടെ ഒരു ലക്ഷണങ്ങളോ ഒന്നുമില്ലായിരുന്നു. പെട്ടെന്നാണ് മഴ പെയ്ത്. അങ്ങനെ ഏട്ടൻ്റെ ബൈക്കൊക്കെ നനഞ്ഞു. പിന്നെ ഏട്ടൻ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ റൂമിലൊന്ന് കുറേ നേരം അവിടെ കിടന്നു. എനിക്ക് ഈ കട്ടിൽ ഉണ്ട് കഴിഞ്ഞാൽ എപ്പോഴും കിടക്കാൻ തോന്നും. അതുകൊണ്ട് ഞാനങ്ങനെ കുറേ നേരം കിടന്നു കേട്ടോ. ബാവാന്ന് വിളിച്ചാലൊന്നും എനിക്ക് പോകാൻ മടിയാണ്. അപ്പോൾ വാവയും വൈശുവൊക്കെ കുറേ നേരം അവിടെ നിന്ന് കളിച്ചു. പിന്നെ കളിപ്പാട്ടങ്ങളും ബലൂണും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് റൂമിനകത്ത്, കുറേ ആക്രിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് കളിക്കുന്ന ജോലിയാണ് കേട്ടോ ഇവർക്ക് 2 പേർക്കും.
എന്തുവാവേ? എന്തുവാടി ഐഷികേ? എൻ്റെ പേരെന്തുവാ? പാറു ഒന്ന് വിളിച്ചേ. പാറു ഒന്ന് വിളിച്ചേ. പാറു ഒന്ന് വിളിക്കൂ. പാറു പാറു ഒന്ന് വിളിച്ചേ. പാറു പാറു അപ്പോൾ കുറേ നേരം ഇരുന്നിട്ട് മഴ തോന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഏട്ടനും കുറേ നേരം അവിടെ വന്ന് കിടന്നു, ഫോണൊക്കെ നോക്കി കുറേ നേരം കിടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് മഴ തോന്നുന്നത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു, രാത്രിയിൽ കിടന്നുറങ്ങി. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ ബൈ ബൈ.